ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാനെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. നമസ്കാരം. നാടകമേ ഉലകം പവേർഡ് ബൈ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാടകമേ ഉലകത്തിലേക്ക് സ്വാഗതം. നാടകമേ ഉലകം നാടകമേ ഉലകം. തമിഴ്നാട് രാഷ്ട്രീയത്തെ പോലെ കേരള രാഷ്ട്രീയവും വഴിമാറി ഒഴുകിത്തുടങ്ങുന്നു. തമിഴിൻ്റെ താരാരാധനെ പുച്ഛത്തോടെ നോക്കി നിന്ന രാഷ്ട്രീയ കേരളം കളം മാറ്റി ചവിട്ടുന്നുവോ? അരുവിക്കരയിൽ ഇപ്പോൾ താരങ്ങളെ മുട്ടാതെ നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണത്രേ. മമ്മൂട്ടിയാണ് തുടക്കം കുറിച്ചത്. എന്നെ കാണാമെന്നൊരു പഴയ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വിജയം ആശംസിച്ചു. പിന്നെ അവിടുത്തെ വോട്ടേഴ്സാണ് തീരുമാനിക്കുന്നത്. നമുക്കൊന്നും പറയാം. എൻ്റെ ആദ്യത്തെ അനുഭവം എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതും 1987 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ അനുഗ്രഹീതനായ മമ്മൂക്കയുമായിട്ട് ജയിലിൽ വെച്ചാൽ ഞങ്ങൾ കാണും. ജയിലിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇടതു പാർട്ടികൾ വഴിയും ഇടതു പാർട്ടി അനുഭാവിയായ അടൂർ ഗോപാലകൃഷ്ണൻ വഴിയും എണ്ണം പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാക്കിയയാളാണ് മമ്മൂക്ക. പോരാത്തതിന് പാർട്ടി ചാനലിൻ്റെ തലപ്പത്തെ താരസാന്നിധ്യവും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം വേണ്ടേ? നാടകമേ ഉലകം നാടകമേ ഉലകം. അമ്മയുടെ സെക്രട്ടറിയായ മമ്മൂക്കയ്ക്ക് പിന്നാലെ പ്രസിഡന്റായ ഇന്നസെന്റ് എംപിയും ഇടതർക്ക് വോട്ട് ചോദിച്ചെത്തി. അതെ, എന്നെ എവിടേക്ക് കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്. പിന്നെ നീര് പോണ്ടേ? ഞാനിപ്പോ സിനിമാ താരമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് പാർട്ടിയുടെ ഒരാളായിട്ടാണ്. താരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സിനിമാ താരങ്ങളായിട്ട് വരുമ്പോഴും ഇപ്പൊ അതല്ല, സിനിമാ താരങ്ങളെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. അഴകാന നീലി വരും വരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട നീ കാണാതി ഇന്ന് വരും ടോണിക്കുട്ട. തനത് ശൈലി മുനവെച്ച് തമാശകൾ വിളമ്പിയും തൃശൂർ ഭാഷയിൽ നാക്കുവളച്ചും താരം കത്തിക്കയറി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെയോ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഴകാന നീലി വരും വരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട നീ കാണാതി ഇന്ന് വരും ടോണിക്കുട്ട. മുൻപൊരിക്കൽ പാർട്ടിക്കാർ സ്വസ്ഥത തരികില്ലെന്ന് പറഞ്ഞ ആളാണ് ഇന്നസെന്റ്. നമ്മുടെ മുകേഷ് ചേട്ടൻ ഒരു ആരാധകനോട് ചെവി പൊട്ടിപ്പോകുന്ന ഭാഷയിൽ നല്ല വർത്തമാനം പറഞ്ഞതുപോലെ നാടകമേ ഉലകം നാടകമേ ഉലകം. ഇടതർക്ക് വോട്ട് പിടിക്കാൻ മമ്മൂട്ടി ഇന്നസെന്റുമെങ്കിൽ BJPക്ക് സുരേഷ് ഗോപി. ഇവരൊക്കെ പാർട്ടി അണികളായോ? അതെ സർ. നിങ്ങളിൽ എത്ര പേരുണ്ട് ജോലിയുള്ളവര്? ഒന്ന് കൈപൊക്കിയാട്ടെ. സാർ, എന്താ ജോലി? ഞാൻ അവിടെ പ്യൂണാണ് സാർ. പ്രവർത്തന സമയമാ. വായി നോക്കിയേക്കാതെ പോയി പണിയെടുക്കണോ? നാടകമേ ഉലകം നാടകമേ ഉലകം. നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ തൊണ്ട കീറാനും മാത്രം നമ്മൾ തമ്മിൽ എന്താണ്? തന്റെ ഈ പ്രസ്ഥാനത്തിന്റെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും വെച്ച് എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടില്ല. പിന്നെ പാർട്ടി പറഞ്ഞോണ്ടാ. പാർട്ടി പറഞ്ഞാൽ ഉടനെ ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആർക്കു വേണ്ടിയും മുദ്രാവാക്യം വിളിച്ചും കല്ലെറിഞ്ഞും നടന്ന് രാഷ്ട്രീയം കൊണ്ട് മാത്രം കുടുംബം പോറ്റാമെന്ന് ആരും വിചാരിക്കരുത്. പണിയെടുത്ത് കുടുംബം പോറ്റണം.
അതിനൊപ്പം നടത്തണം രാഷ്ട്രീയ പ്രവർത്തനം. വാജ്പേയിയുടെ ഭരണകാലത്ത് ഭരത് അവാർഡ് തരപ്പെട്ട് കിട്ടിയ ആളാണ് സുരേഷ് ഗോപി. കൊല്ലത്ത് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് ഗോപി മത്സരിക്കാൻ പോകുന്നുവെന്ന് പലവട്ടം കേട്ടതുമാണ്. പാര വയ്ക്കാൻ മാത്രം ഒത്തുകൂടുന്ന കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കാലുറപ്പയ്ക്ക് മുമ്പേ ഗോപിയെ ഇത്തിക്കരയാറ് കടത്തി. അഥവാ കോൺഗ്രസ് നന്നായി പോയാലോ എന്ന് കരുതി രാജ്മോഹൻ ഉണ്ണിത്താനെ പോലും പാർട്ടിയോട് അടുപ്പിക്കാത്ത നേതാക്കളാണ് കൊല്ലത്തുള്ളത്. തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നാണ് പ്രമാണം. കൂട്ടത്തിൽ മത്സരിക്കാൻ കൊള്ളാവുന്ന ഒരാളില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ NK പ്രേമചന്ദ്രനെ RSPയിൽ നിന്ന് കടമെടുത്ത് മത്സരിപ്പിച്ചു. കൊല്ലക്കാർക്ക് പണ്ടേ കൊല്ലക്കാർ വാഴില്ല. BK നായർ, കൃഷ്ണകുമാർ, പീതാംബരക്കുറുപ്പ് അങ്ങനെ പുഴ കടന്നു വന്നവരെല്ലാം കൊല്ലത്ത് മത്സരിച്ച് ജയിച്ചു. അതുകൊണ്ടാവണം കൊല്ലക്കാരനായ ഗോപി കൊല്ലത്തെ കോൺഗ്രസിൽ വാഴില്ലെന്നും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു. ഗോപി പിന്നെ BJPയിൽ ചേർന്നു. അതുകൊണ്ടെന്താ, കേന്ദ്ര ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ തലപ്പത്തെത്തി. സുരേഷ് ഗോപി നന്ദിയുള്ളവനാണ്. BJPയുടെ തിരുവനന്തപുരത്തെ കാരണവർ അരുവിക്കരയിൽ മത്സരിക്കുമ്പോൾ പുത്തൻകൂറ്റുകാരനായ സുരേഷ് ഗോപിക്ക് വെറുതെ ഇരിക്കാനാവുമോ? കൂടും കുടുക്കയും എടുത്ത് ഗോപി അരുവിക്കര കയറി. ഓടി നടന്ന് രാജഗോപാലൻ വോട്ട് ചോദിച്ചു. എന്നോടുള്ള സ്നേഹം വോട്ടാക്കി മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ വോട്ടും രാജ്യത്തിന് നൽകി ഒരു പുതിയ രാഷ്ട്രീയ ചരിത്ര എഴുത്ത് കേരളത്തിൽ ഉണ്ടാക്കണം. ഇടതിനു വേണ്ടി ഇക്കയും ഇന്നസെന്റും, BJPക്ക് വേണ്ടി സുരേഷ് ഗോപി. കോൺഗ്രസ്സുകാർ എന്തു ചെയ്യും? കേരളത്തിൽ നിന്ന് കോൺഗ്രസ് പക്ഷത്ത് 4 ആൾ അറിയുന്ന ഒരു താരമില്ല. ഈ ജന്മം ഉണ്ടാകാൻ ഇടയുമില്ല. കൂടെയുണ്ടായിരുന്ന താരമന്ത്രി ഗണേശൻ ഇടതർക്ക് വോട്ട് ചോദിച്ച് അരുവിക്കരയിൽ കറങ്ങി നടക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ തമിഴ്നാട്ടിൽ നിന്ന് കുശ്ബുവിനെ ഇറക്കുമതി ചെയ്ത് പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ ഒരു AICC വക്താവിനെ കൊണ്ട് ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഗുണം കിട്ടി. സരിതയെ കണ്ട് പേടിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ചാണ്ടിച്ചൻ ഒരു സ്ത്രീയോട് പരസ്യമായി 4 വർത്തമാനം പറയുന്നത് കണ്ട് കേരള ജനത കോരിത്തരിച്ചു. താരനടനത്തിൽ അരുവി കലങ്ങി മറിയുമ്പോൾ അരുവിക്കരയിൽ നിന്ന് ജനം ചിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ താരമാകാൻ പോകുന്ന ഒരാളില്ലല്ലോ ദൈവമേ. ഈ ഇറക്കുമതി താരരാഷ്ട്രീയം രാഷ്ട്രീയ പാപ്പരത്വമാണ്, പാർട്ടികളുടെ വിജയമല്ല. പച്ച, മഞ്ഞ, കുങ്കുമം, വെള്ള, കാവി, സുവർണകാവി അങ്ങനെ നിറങ്ങളാണിപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിറയുന്നത്. തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് കൊടി ഉയരുമ്പോൾ അമ്പലത്തിലും പള്ളിയിലും പോലും പോകാത്തവർ വരെ സമുദായ നേതാക്കന്മാരുടെ പടി കയറിയിറങ്ങുന്നു. സമുദായ നേതാക്കന്മാർ അകമേ ചിരിക്കും, പുറമേ പരിഹസിക്കും. അതൊരു ഒരിക്കലും ധിക്കാര മനോഭാവം. ഈ പതിവ് ആരെങ്കിലും തെറ്റിച്ചാൽ പടവാളെടുത്തും തുള്ളും. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഇപ്പൊ ഇവിടുത്തെ നേതാക്കൾ ആരാ? സുധീരനും പിന്നെ സതീശൻ ഗാന്ധിയുമാണ്. ഇനി ജനറൽ സെക്രട്ടറിക്ക് എന്നെ കാണാൻ താല്പര്യമുണ്ട് എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നിരിക്കുന്ന തടസ്സം. അവരുടെ സമീപനം എന്തെന്നാ? സമുദായ സംഘടനകളുടെ സമീപനം. ഇവരുടെയൊക്കെ പാട്ടപ്പറമ്പിലാണ് സമുദായ നേതാക്കൾ കിടക്കുന്നത്. എനിക്ക് ഒരു തടസ്സം അദ്ദേഹത്തെ എന്നല്ല, ആരെ കാണുന്നതിനും ഒരു തടസ്സമില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് അവർ നിർത്തിക്കോട്ടെ, ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. സമുദായ നേതാക്കളെ നെഞ്ചത്ത് കയറി നിന്ന് താണ്ഡവമാടുന്ന ആ രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസാനമായിരിക്കും. അതൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാതിയില്ല. തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പെട്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ
ആ തെറ്റിദ്ധാരണ മാറട്ടെ. ഈ കൃത്യത്തിന് പോകാത്ത ആണുങ്ങളും കൂട്ടത്തിലുണ്ട്. അവരാരും തോറ്റതായി കേട്ടിട്ടില്ല. ആരായിരിക്കണം അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത്, ആരായിരിക്കണം പാർലമെന്റിലേക്ക് മത്സരിക്കേണ്ടത്, ആരായിരിക്കണം മന്ത്രി, ഏത് വകുപ്പ് ഏത് മന്ത്രിക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം സാമുദായിക നേതാക്കന്മാർക്ക് കൊടുത്താൽ പിന്നെ പാർട്ടി പിരിച്ചുവിട്ടാൽ. വെള്ളാപ്പള്ളിയെ ചെങ്ങന്നൂരിൽ വെല്ലുവിളിച്ച വിഷ്ണുനാഥ് പുഷ്പം പോലെ ജയിച്ചു. NDFന്റെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞ MK മുനീറും KM ഷാജിയും ജയിച്ചു കയറി. NSS മാത്രമല്ല SNDP ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും UDFനെതിരാണ്. NSSും SNDPയും ഒത്തുപിടിച്ചിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. UDFനെതിരാകുമെന്ന് പറയുമ്പോൾ UDFനെ ജയിപ്പിക്കാൻ വേണ്ടിയല്ലോ, തോൽപ്പിക്കാനാണല്ലോ. പിന്നെ എന്തിനാ സാറേ ഈ സാമുദായിക പൂജ? സമുദായ നേതാക്കന്മാർക്ക് അങ്ങനെ രാഷ്ട്രീയം പറയും എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എനിക്ക് അഭിപ്രായം അങ്ങനെയല്ല. അവർക്കും രാഷ്ട്രീയ അവകാശം കാര്യങ്ങളൊക്കെ പറയാൻ സമൂഹത്തിനെ ബാധിക്കുന്നതല്ലേ. അപ്പോൾ ആ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്, തീർച്ചയായിട്ടും. അതൊരു ആചാരമല്ലേ സാർ? അവർക്ക് അവരുടേതായ ചുമതലകളുണ്ട്, അവരുടേതായ ദൗത്യങ്ങളുണ്ട്, അവരുടേതായ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് അവർ ദയവായി ഞാൻ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറയുക. സാമുദായിക നേതാക്കന്മാർ സർവജ്ഞരാണെങ്കിൽ എന്തിനാ ഇലക്ഷൻ കമ്മീഷൻ? ഇനി വാചകമേള. അച്യുതാനന്ദനെ അരുവിക്കരയിൽ പ്രചരണത്തിന് ഇറക്കണ്ട എന്ന തീരുമാനം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർക്ക് തിരുത്തേണ്ടി വന്നതിൽ പ്രതിഷേധിച്ചാണ് പിണറായി വിജയൻ പൊതുയോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്തതും വോട്ട് ചോദിക്കാത്തതും. ഒരു കാലത്തും ഇത്ര അധമന്മാരായ മന്ത്രിസംഘത്തെ കേരളം കണ്ടിട്ടില്ല എന്നതാണ്. ഞങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് UDFനെ പ്രഖരവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു മുന്നണിയായിട്ട് അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചിട്ട് പ്രത്യക്ഷപ്പെട്ടാലേ അവരെ ആൾ വിശ്വസിക്കും. UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും തോൽക്കാൻ പോകുന്നില്ല. ഇലക്ഷൻ ഡിക്ലെയർ ഒരു മാസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇവർ പൊന്നുകൊണ്ട് പുളിച്ചേരി കൂടെ ഉണ്ടാക്കി ജനങ്ങളെ കബളിപ്പിക്കുമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശിഥിലമാകും. ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ ഘട്ടങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPക്കെതിരായി പരസ്പരം വോട്ട് മറിച്ചിട്ടുള്ള ആളുകളാണ് CPMഉം കോൺഗ്രസും. അസൂയയും കുശുമ്പിനും ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. വർഗീയതയുടെ പേരിൽ പാർട്ടികൾ തമ്മിലടിയാണ്. ആരാണ് മതേതരവാദികൾ എന്നതാണ് തർക്കം. വർഗീയതയുടെ പേരിൽ BJPക്കാണ് പഴി മുഴുവൻ. എന്നാൽ കേരളത്തിൽ മതേതര പാർട്ടി എന്നൊന്നുണ്ടോ? കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, MM ഹസൻ, VM സുധീരൻ = മതേതരത്വം. മുന്നണിയിൽ നിന്ന് ഗൗരിയമ്മ പിണങ്ങിപ്പോയ ഗ്യാപ്പിൽ ഗൗരിയമ്മയുടെ സമുദായക്കാരനായ VM സുധീരൻ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റായി. അതാണ് സാറേ മതേതരത്വം. ചർച്ചാ വിഷയമാക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ചർച്ചാ വിഷയമാകേണ്ട കാര്യവുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലോ കോടിയേരി, പിണറായി, പാലൊളി മുഹമ്മദ് കുട്ടി, MA ബേബി = മതേതരത്വം. MA ബേബിക്കും തോമസ് ഐസക്കിനും രാധാകൃഷ്ണനും എത്ര മൂത്താലും പാർട്ടി സെക്രട്ടറിമാരാകാൻ കഴിയില്ല. കേന്ദ്ര ചാതുർവർണ്ണയത്തിലെ പാർട്ടി നിലപാടനുസരിച്ച് 4ാം ഗ്രൂപ്പിൽപ്പെട്ട S രാമേന്ദ്രൻ പിള്ളയ്ക്ക് 1ാം ഗ്രൂപ്പിൽപ്പെട്ട യെച്ചൂരി ബ്രാഹ്മണനെ മറികടന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയാകാൻ കഴിയാത്തതുപോലെ RSPയിൽ TJ ചന്ദ്രചൂഡൻ, AA ആസീസ്, NK പ്രേമചന്ദ്രൻ, ഷിബു ബേബി ജോൺ മതേതരത്വമായില്ലേ? ദോഷം പറയരുത്. CPIയിൽ കുറേ നാളുകളായി മന്ത്രിമാരാകുന്നതും പാർട്ടി സെക്രട്ടറിമാരാകുന്നതും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. ആ സമുദായത്തിന് പുറത്തുള്ള KE ഇസ്മയിലിന് പാർട്ടി സെക്രട്ടറി ആകാനോ രാമേന്ദ്രൻ നായർക്ക് പാർട്ടിയിൽ സ്വസ്ഥമായി പ്രവർത്തിക്കാനോ കഴിയില്ല. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പാർട്ടി സെക്രട്ടറി കൂടിയാക്കിയാൽ CPIയിൽ എല്ലാം ശുഭം.
നാടകമേ ഉലകം, നാടകമേ ഉലകം. ലീഗിൽ ഏണി വഴി പച്ച തൊടാത്തവരാരും മന്ത്രി പോയിട്ട് MLA പോലും ആകില്ല. പാർട്ടിക്ക് പേരുദോഷം കേൾപ്പിക്കാൻ ഒരു UC രാമൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു കിട്ടി. അഥവാ പാർട്ടിക്കാരായ ഇക്കമാർ തോൽപ്പിച്ചു. നാടകമേ ഉലകം, നാടകമേ ഉലകം. കോട്ടയംകാരായ അച്ചായന്മാരുടെ കുടുംബസ്വത്താണ് കേരള കോൺഗ്രസ്. അതിലൊരു വിഭാഗമായിരുന്ന ജോസഫ് ഗ്രൂപ്പിലെ ജോസഫ് അച്ചായന് ഒരു കൈപ്പിഴ സംഭവിച്ച കാര്യം എല്ലാവർക്കും അറിയാം. അന്ന് സുരേന്ദ്രൻ പിള്ളയെ നറുക്കിട്ട് തോൽപ്പിച്ച് മോൻസ് ജോസഫ് അച്ചായനെ മന്ത്രിയാക്കി. ഇപ്പോൾ മാണിയുടെ പാർട്ടിയിൽ ലയിച്ച് ജോസഫ് മെത്രാന്മാരെ അനുസരിച്ച് ജീവിക്കുന്നു. മെത്രാന്മാർ അരമനയിലിരുന്ന് കുഞ്ഞാടുകൾ വഴി പാർട്ടിയെ ഭരിക്കുക എന്നുള്ളതാണ് കേരള കോൺഗ്രസിലെ നാട്ടുനടപ്പ്. കേരള കോൺഗ്രസിലെ ചില കുഞ്ഞാടുകൾ വേണമെങ്കിൽ മദർ തെരേസയുടെയും മാർപ്പാപ്പമാരുടെയും പടം വെച്ച് അഭ്യർത്ഥന അടിച്ച് കോടതിയുടെ പണി വാങ്ങും. അതാണ് ചരിത്രം. ഞാൻ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ വോട്ട് ചോദിച്ച് അല്ല വിജയിച്ചിട്ടുള്ളത്, തീർച്ചയായിട്ടും അല്ല. അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഇതിനു മുമ്പും പല തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ നിന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ ഒരു വാദഗതി വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. BJPയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. പരസ്യമായി തൊഗാടിയ മുതൽ പേരെ കളത്തിലിറക്കി നടേശാദികളുമായി ചർച്ച ചെയ്ത് അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ് BJP. വീരേന്ദ്രകുമാർ പണ്ടേ പാർട്ടിയിലെ മതേതരക്കാരായ അച്ചായന്മാരെ പുറത്താക്കി പടിയടച്ച് 18ാം വട്ട തെങ്ങും വെച്ചു. ഗൗരിയമ്മയുടെയും MVRൻ്റെയും പാർട്ടിയുടെ നിറങ്ങൾ പരസ്യമായ രഹസ്യവുമാണ്. എല്ലാവരും കണ്ണടച്ചിരുട്ടാക്കി പാല് കുടിക്കുന്ന പൂച്ചകളെ പോലെയാണ്. ഇലക്ഷൻ ആവുമ്പോൾ കണിച്ചുകുളങ്ങരയിലും പെരുന്നയിലും അരമനകളിലും മദ്രസകളിലും കയറി ഇറങ്ങുന്നതും ആരും കാണുന്നില്ലെന്നാണ് ഭാവം. വർഗീയ മുഖങ്ങളിൽ നിന്ന് പാർട്ടികളെ രക്ഷിച്ചില്ലെങ്കിൽ വലിയ വിപത്തിലേക്കാവും നാം പ്രയാണം ചെയ്യുന്നത്. നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ